മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, അല്ലെ ഫുൾ മോട്ടിവേഷനോടുകൂടി പഠിക്കണം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താ പറ്റുന്നത്, നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല അല്ലേ. ഇന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇന്ന് പഠിക്കണോ അല്ലെ, എങ്ങനെയാ അപ്പോൾ പഠിക്കുക എന്നുള്ള പല ചിന്തകളായിരിക്കും നമ്മൾ അലട്ടുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്, മിസ് ഒരു മോട്ടിവേഷൻ വേണം, പഠിക്കാനൊരു മോട്ടിവേഷൻ തരുമോ അല്ലേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി പറ്റുക? അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ നീറ്റ് ചാനൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇൻഫ്ലുവൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ്. അതായത് നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങളുള്ള ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്? എപ്പോഴും ഇങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണോ, അതോ നമ്മളോട് നല്ല മാർക്സ് വാങ്ങിക്കണം, നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണോ, അതോ ഏത് പഠിക്കൊന്നും വേണ്ട, എന്തിനാ ഇപ്പോൾ പഠിച്ചിട്ട് നമുക്ക് പോയി വേറെ എന്തെങ്കിലും എൻജോയ് ചെയ്യാം, അങ്ങനെ പറയുന്ന ആൾക്കാരാണോ? ഓക്കെ, നിങ്ങളുള്ളത് നിങ്ങളെ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കുട്ടികളാണ്, അങ്ങനത്തെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി വരും. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മളും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് മിസ് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഡിഗ്രി PG പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറച്ച് ഇങ്ങനെ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുമെങ്കിലും അവൾ അധികവും അവൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ലൈബ്രറിയിൽ പോയിട്ട് ആ പുസ്തകം എടുക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട് എഴുതണം, ആൻഡ് അവൾ കണ്ടിട്ടുള്ള നമ്മളെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതും പതിയെ ഞാൻ ആദ്യമായിട്ട് ഒരു ലൈബ്രറിയിൽ പോയിട്ടൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ റെഫറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അവളുടെ കൂടെയാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതേപോലെ ആകും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ B.Ed ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര പോസിറ്റീവാണ്. അവളും അവളുടെ വീട്ടുകാർ പ്രത്യേകിച്ച്, ഇപ്പോൾ നിങ്ങൾ മിസ്സിന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, മിസ് ക്രിസ്മസിന് എപ്പോഴും അവളുടെ അടുത്ത് പോകാറുണ്ട്. ജീന എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളുടെ പാരൻസും അവളൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വെറീഡ് ആവുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്ര പോസിറ്റീവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളും നാച്ചുറലി പോസിറ്റീവ് ആവും. ഇനി അതൊന്നുമല്ല, നമ്മളുടെ എക്സാമിനറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 4 years ആയിട്ടുണ്ട് നമ്മുടെ എക്സാമിനറിൽ വന്നിട്ട്. അപ്പം അലക്സ് സാറും അലക്സ് സാറിൻ്റെ ഫാദറും ഒക്കെ എപ്പോഴും ഭയങ്കര ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് സംസാരിക്കുക. അതായത് നമ്മളെപ്പോഴും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ ഈ പ്രശ്നം അങ്ങനെയാണ് പറയുക. പക്ഷേ അവരെപ്പോഴും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. ഇതിനെന്ത് സൊല്യൂഷൻ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. അപ്പോൾ പതിയെ നമ്മൾ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് മാറിയിട്ട് നമ്മൾ സൊല്യൂഷൻസിനെ നോക്കാൻ വേണ്ടി തുടങ്ങും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനത്തതല്ലാത്ത നീ പഠിക്കുന്നു, നീ പഠിപ്പിസ്റ്റാണ്, നീ പഠിച്ചു എവിടെ എത്താനോ, അവൻ വലിയൊരാൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡൗൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂവിങ് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത്. എത്രത്തോളം പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നൽ മുരളിയുടെ ആ ഒരു പവറല്ല. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പവർ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ക്ലാസ് കാണാനും, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാനും, നിങ്ങൾക്ക് എന്താണോ ആവാൻ ആഗ്രഹം അതൊക്കെ ആവാനുള്ള ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം അത് അവിടെ തന്നെ ഇങ്ങനെ ഡോർമെൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ നമ്മളതൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതെന്തും നിങ്ങൾക്ക് നേടാൻ പറ്റും. ആ ഒരു പവറിനെ നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുക. ആൻഡ് അടുത്ത കാര്യമാണ് ഡോപ്പമിൻ കൺട്രോൾ. അതായത് നമുക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു കെമിക്കൽ മോളിക്യൂളാണ് ഡോപ്പമിൻ. ഒന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒന്ന് സ്ക്രോൾ ചെയ്യാം, യൂട്യൂബിൽ ഒന്ന് ഷോർട്സ് ഒന്ന് സ്ക്രോൾ ചെയ്യാം, ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. ആൻഡ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു മോട്ടിവേഷനോ അതിലൊരു ഹാപ്പിനെസ്സോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾ പഠിക്കാൻ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡോപ്പമൈനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ട് വരില്ലേ, ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുന്ന സമയത്ത് അതിനെ മാറ്റി നിർത്താൻ പറ്റണം. അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ട് തന്നെ നമുക്ക് വേണ്ട,
അത് ഓഫ് ചെയ്ത് വെക്കുക, ഓഫ്ലൈൻ ആക്കി വെക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങൾക്ക് ഡോപ്പമീൻ അമിതമായിട്ട് തരുന്നത്, അത് അങ്ങോട്ട് ഒഴിവാക്കുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങളുടെ ആ ഒരു ഡ്രീമിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു ഡോപ്പമീൻ റിലീസ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിൽ ഫോക്കസ് ചെയ്യും, ആ ഒരു ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്യും. ഇനി ഡോപ്പമീനെ കുറിച്ചും ഇത് എന്താണ് മിസ് ഈ പറയുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ മിസ്സിൻ്റെ ഒരു ചാനലുണ്ട്, അർച്ചന മിസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ മിസ് ഡോപ്പമീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് അടുത്തതാണ് ഇറ്റ്സ് എ ലോങ് ജേർണി എന്നുള്ള കാര്യം. അതായത് പല ആൾക്കാരും ഇപ്പോൾ പ്രത്യേകിച്ച് +1 തുടങ്ങിയിട്ടുള്ള മക്കൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോഴേക്കും, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് മിസ് വീണ്ടും പറഞ്ഞു തരണം കേട്ടോ. അതായത് മിസ് പഠിച്ചിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ചിട്ട് മറന്നു പോകുന്നു, ഓക്കെ. അല്ലെങ്കിൽ ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ മാർക്ക് പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ജേർണിയാണ് ഈ +1 +2 എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അപ്പോഴേക്ക് നമ്മൾ ഡൗൺ ആവുകയല്ല വേണ്ടത്. ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് പതിയെ 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 പതിയാണ് ഉണ്ടാവാം. ഈ ഒരു മെമ്മറി നിങ്ങൾ പഠിച്ച് അത് റിവൈസ് ചെയ്ത് വീണ്ടും അടുത്തത് പഠിച്ച് അത് റിവൈസ് ചെയ്ത് അങ്ങനെ പ്രോഗ്രസീവ്ലിയാണ് നമുക്കുണ്ടാവുക. അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല ഇത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാം. ആ ഒരു ജേർണിയുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എവിടെയും ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. ദെൻ അടുത്തതാണ് ഫോക്കസ് ഓൺ യുവർ വർക്ക് നോട്ട് യുവർ റിസൾട്ട്. അത് മിസ് ഇപ്പോൾ പറഞ്ഞതുമായിട്ടൊരു കണക്ഷനുണ്ട്. അതായത് നമ്മളെപ്പോഴും എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണം, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡൗൺ ആയി, അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് 100% ആണ് നിങ്ങൾ ഉറപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അല്ലാതെ എനിക്കിത് ചെയ്താൽ അത് കിട്ടുമല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടാതെ ആകുമ്പോഴേക്ക് ഇനി ഞാൻ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഡൗൺ ആവാതെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതാണ് മാറ്റർ ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നിങ്ങളെ മാർക്ക് കുറയാൻ കാരണമായത്, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, അത് മതി. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഫോളോ ദ തിങ്സ് ദാറ്റ് മോട്ടിവേറ്റ് യു. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നീറ്റിന് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിപ്പം യൂട്യൂബിലായിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോസ് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വെറുതെ അതും ഇതും കുറേ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ അതൊക്കെ അൺഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ചാനൽസ് അല്ല അവരുടെ പേജുകൾ ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.